എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന് പറയാം. ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു പവർ സപ്ലൈ നോക്കുന്നത്. കാര്യം ഞാൻ ഇതുവരെയും പ്രിൻ്ററിൻ്റെ അങ്ങനെ സർവീസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് വ്യൂവർ പുള്ളി അവിടെ സ്റ്റുഡിയോ നടത്തുകയാണ്. അപ്പോൾ പുള്ളിയുടെ പ്രിൻ്ററിൻ്റെ ഒരു പവർ സപ്ലൈ ആണിത്. ഇത് കാനോൺ IR2206 എന്ന് പറഞ്ഞിട്ടുള്ള കോപ്പിയർ പ്രിൻ്ററിൻ്റെ ഒരു പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇത് ഷോർട്ടായിട്ട് പിന്നെ അവിടുത്തെ ഒരു സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോഴത്തേക്കും ഇത് മൊത്തത്തിൽ ഷോർട്ടാണ്. അപ്പോൾ ഇത് ശരിയാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് തിരിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസുകൾ കണ്ടിട്ട് പുള്ളി എനിക്കിത് എന്നെ വിളിക്കുകയും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്കിത് ഒന്ന് കൊറിയർ ചെയ്ത് തന്നെ. ഞാൻ കൊറിയർ പൊട്ടിച്ച് ഇത് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് എല്ലാം നോക്കി പിന്നെ ഫിസിക്കലായിട്ട് എനിക്കൊന്നും പൊട്ടിത്തെറിച്ചതായിട്ടുള്ളോ അല്ലാന്നുണ്ടെങ്കിൽ ബേണായിട്ട് വലുതായിട്ടൊന്നും കണ്ടില്ല. ഞാൻ കണ്ടത് ഇവിടെ ഒരു ഡയോഡ് ഇളക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തെർമൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതും ഇവിടെ ഇളകി പൊട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ NTC പോലെ ഉള്ളൊരു ഇതാണ്. ഇതും പൊട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും ഇതിനകത്ത് ഫിസിക്കലായിട്ട് കാണാനില്ല. പക്ഷേ ഇത് ഫുള്ള് ഷോർട്ടാണ്. അതായത് നമ്മുടെ AC ഇന്ന് ലൈന് തൊട്ട് ഇതിനകം വരെ എല്ലായിടും മെയിൻ വോൾട്ടേജ് ലൈൻസ് എല്ലാം ഷോർട്ടാണ്. ഞാനത് ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. ഈ ഒരു പവർ സപ്ലൈ പിന്നെ തിരിച്ച് നമുക്ക് വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരിക. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇത് മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ചില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇത് ഒരു AC ഔട്ട്പുട്ട് ലൈൻസാണ് ഇവിടെ വരുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു പ്രിൻ്ററിനകത്ത് വരുന്നിട്ടുള്ള ഡ്രമ്മിൻ്റെ ഹീറ്ററിൻ്റെയൊക്കെ കണക്ഷനും കാര്യങ്ങളായിരിക്കും ഇതുവഴി പോകുന്നത്. ഓക്കെ, ഇവിടെ 10 ആംപിയറിൻ്റെ ഫേസും ന്യൂട്രലിലും 10 ആംപിയറിൻ്റെ ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോവാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ മൾട്ടിമീറ്ററിൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിമീറ്ററിൽ ബീപ്പ് മോഡിൽ ടെസ്റ്റ് ചെയ്യുക. ആദ്യം നമുക്ക് ഈ ഡയോഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഡയോഡിൻ്റെ എല്ലാ പോയിൻറ്റും ഷോർട്ടാണ്. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ സ്വിച്ചിങ് മോസ്ഫെറ്റ് N ചാനൽ സ്വിച്ചിങ് മോസ്ഫെറ്റ് ആണ് ഇത് വരുന്നത്. അതിൻ്റെ ഡ്രെയിനും സോഴ്സും തമ്മിൽ ഷോർട്ടാണ്. ഡ്രെയിനും ഗേറ്റും തമ്മിൽ ഷോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈൻ ഡയോഡാണ് ഇവിടെ അഴിച്ചിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്ത് ഒരു ഫ്രീക്വൻസി ജനറേറ്റർ, അതായത് ഈ ഒരു സ്വിച്ചിങ് മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു IC ഉണ്ടാവും. ഈ IC എന്ന് പറയുന്നത് SC6200 IC ആണ്. ഇതൊരു PWM സ്വിച്ചിങ് IC ആണ്. അപ്പോൾ ഈ IC ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ ഈ IC പോകും. അപ്പോൾ ഈ IC മാറണം, ഇത് മാറണം. പിന്നെ ഈ ഡയോഡ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് G2SBA80 എന്ന് ഈ ഒരു സീരീസിൽ 80, 60, 20 ഇങ്ങനെയൊക്കെ വരും. അതായത് ഈ ലാസ്റ്റ് വരുന്ന ഈ നമ്പർ ചേഞ്ചസ് ഉണ്ടാവും. ആ നമ്പറിൽ ഈ ഒരു ഡയോഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ആംപിയറാണ് ഈ ഡയോഡിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ ഒരു 1.5 ആംപിയറിൻ്റെ ഈ ഒരു ഡയോഡ്, ഈ ഒരു സ്വിച്ചിങ് IC, മോസ്ഫെറ്റ്, ഇത് മൂന്നും ആദ്യം നമുക്കിതിനകത്ത് നിന്ന് അഴിക്കണം. എന്നിട്ട് ഇതിനകത്ത് വരുന്ന റെസിസ്റ്റൻസ്, ഡയോഡ്, ഈ ഒരു ട്രാൻസിസ്റ്റർ, അതായത് നമ്മുടെ ഈ പവർ സപ്ലൈയിൽ ബാക്കി വരുന്ന എല്ലാം ഇതിൻ്റെ വാല്യൂ കറക്റ്റാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായി കാണിക്കത്തില്ല. കാര്യം ഈ ഒരു സർക്യൂട്ടിൽ ഷോർട്ടിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അഴിച്ചെടുത്തിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇതെല്ലാം ഒന്ന് അഴിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിനകത്ത് ഡാമേജ് വന്നിട്ടുള്ള 4 കമ്പോണൻറ്റുകൾ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. PWM സ്വിച്ചിങ് IC, ഡയോഡ്, റെക്ടിഫയർ ഡയോഡ്, N ചാനൽ മോസ്ഫെറ്റ്, പിന്നെ തെർമിസ്റ്റർ. അപ്പോൾ ഇത് K3530
എൻ ചാനൽ മോസ്ഫെറ്റാണിത്. 7 ആംപിയർ 800 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന മോസ്ഫെറ്റാണിത്, എൻ ചാനൽ മോസ്ഫെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 ഡയോഡാണ്, അപ്പോൾ ഈ 4 കമ്പോണൻറ്റുകളാണ് നമുക്കിവിടെ റീപ്ലേസിങ്ങിനായിട്ട് വേണ്ടത്. ഞാനിപ്പോൾ ഇതെല്ലാം അഴിച്ചെടുത്തിട്ട് ഇതിനകത്തുള്ള എല്ലാ കമ്പോണൻറ്റുകളും ചെക്ക് ചെയ്തു. വേറെ ഒരു ഡാമേജസും ഈ കമ്പോണൻറ്റ്സ് കാര്യങ്ങൾക്കൊന്നുമില്ല, എല്ലാം പക്കയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വേണം. അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. റീപ്ലേസ് ചെയ്യാനുള്ള മോസ്ഫെറ്റ്, IC, ഡയോഡ് ഉണ്ടായിരുന്നല്ലേ, തെർമിസ്റ്റർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു ബോർഡ് ഇത്രയും കമ്പോണൻസുകൾ അടിച്ചു പോകാനുള്ള കാരണം? അതിന് ഒരു കാരണമേ ഉള്ളൂ, അത് ഈ ബോർഡ് തന്നെയാണ്. ഈ ബോർഡിൽ ഇവിടെ കണ്ടല്ലോ, ഇത് ആർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു 4ാമത്തെ പിന്നെന്ന് പറയുന്നത്, ഈ ഒരു പിൻ 4ാമത്തെ പിൻ, അതായത് നമ്മുടെ ഡയോഡിൻ്റെ പോസിറ്റീവിൽ ഒരു ജമ്പർ ഇട്ട് ഇവിടെ വന്നിട്ട് 2 റെസിസ്റ്റൻസ് ഇട്ട്, ഈ 2 റെസിസ്റ്റൻസ് ഇട്ടാണ് ഈ ഒരു 4ാമത്തെ പിന്നിൽ വരുന്നത്. അതായത് ഇവിടെ ഹൈ വോൾട്ടേജ് ആണ്. ഇതിൻ്റെ 2ാമത്തെ പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ VCC ആണ്. അപ്പോൾ ഈ VCC പിന്നും ഈ ഹൈ വോൾട്ടേജ് പിന്നും തമ്മിൽ ഇവിടെ ആർക്കിങ്, ഇവിടെ ആർക്ക് ചെയ്തു. ഈ ആർക്ക് ചെയ്ത സമയത്താണ് ഈ ഒരു IC മൾഫങ്ഷനിങ് വരെയും ഇവിടുത്തെ ഈ ഒരു മോസ്ഫെറ്റ് ഷോർട്ടാവുകയും ഇവിടെ ഈ മോസ്ഫെറ്റും ഈ ഡയോഡും ഒരുമിച്ച് ഷോർട്ടായി ഇത് ബ്രേക്കപ്പായി പോയത്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇനി ആർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇല്ലാതെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ കറുത്തിരിക്കുന്നത് കാർബണാണ്. ഈ കാർബൺ കാരണം ഇനിയും ഈ IC പോവും. അപ്പോൾ ഇത് നമ്മൾ ആർക്കിങ് വരാത്ത രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് വേണം ഇത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും വീഡിയോസ് ഇടണം. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടണമെന്നുണ്ട്. സമയപരിധി കൊണ്ടിട്ടാണ് എനിക്ക് എല്ലാം കൂടെ കാണിച്ചു തരാൻ പറ്റാത്തത്, ഈ ഇളക്കുന്നതും ഇത് സെറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ കമ്പോണൻസുകളെല്ലാം ഞാനിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയ 4 കമ്പോണൻറ്റ്, ഇത് ഈ ഒരു ഡയോഡ്, ഈ ഒരു IC മാറി, പിന്നെ ഇതും മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റിലേ വരുന്നുണ്ട്. ഈ റിലേ 24 വോൾട്ട് റിലേ ആണ്. അതായത് ഈ പവർ സപ്ലൈ 24 വോൾട്ട് പവർ സപ്ലൈ ആണ്. അപ്പോൾ 24 വോൾട്ട് പവർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിലേ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട് 24 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം പവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റ സെക്കൻഡറിയിൽ ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ, 24 വോൾട്ട്. അതിൻ്റെ ഡയോഡ് ഈ സിംഗിളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ 2 കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വോൾട്ടേജ് അറിയാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പവർ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. ഇനി മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് മോഡിലിട്ടിട്ട് നമുക്ക് എത്ര വോൾട്ടേജ് വരണുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 12 വോൾട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ എത്രയാണ് വരേണ്ടത്? 12 വോൾട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് വിശദമായിട്ട് പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് ഈ ഒരു ബോർഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ സപ്ലൈ ആണ്. നമുക്ക് സ്റ്റാൻഡ് ബൈ മോഡിൽ ഈ ഒരു സപ്ലൈ 12 വോൾട്ടേ ഇവിടെ വരുള്ളൂ.
ഇത് ഒരു ബക്ക് കൺവേർട്ടർ സെക്ഷൻ IC ആണ് ഈ ഇരിക്കുന്നത്. ഈ ബക്ക് കൺവേർട്ടറാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് റിലീസ് ചെയ്യുന്നത്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് 3.3 ആണ്. ഇവിടെ 3.277 ഓക്കെ ആണ്, സ്റ്റേബിളായിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടിട്ട് ഏതാണ്ട് 5 ആംപിയർ ടൈപ്പാണ് ഇതിൻ്റെ ആ ഒരു ബക്ക് കൺവേർട്ടിങ് രീതിയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് വന്ന ഇത് എനബിളായാൽ മാത്രമേ നമുക്കിവിടെ 24 വോൾട്ട് നമുക്കിവിടെ വരത്തുള്ളൂ. ഓക്കെ, ആ 24 വോൾട്ട് നമ്മൾ എനബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സെക്ഷൻ ഇതിൻ്റെ അതായത് പ്രൈമറി വോൾട്ടേജിൻ്റെ ഫീഡ്ബാക്ക് സെക്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ എനേബിൾ വോൾട്ടേജ് ഈ പിന്നിൽ ഇവിടുത്തെ ഈ പിന്നിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 10K റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഈ 10K റെസിസ്റ്റർ എടുത്ത് നമ്മൾ ആദ്യം ഒന്ന് പവർ ഓഫ് ചെയ്തതിന് ശേഷം ഈ 10K റെസിസ്റ്റർ ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റം ഇതിൻ്റെ മറു സൈഡെന്ന് പറയുന്നത് ഈ 3.3 വോൾട്ടിൽ ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. 3.3 വോൾട്ടിൽ ഞാൻ 10K റെസിസ്റ്റർ ഇട്ട് അതിന് സ്വിച്ച് പുള്ളപ്പ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് പവർ ഓൺ മോഡിലോട്ട് പോകും. സ്റ്റാൻഡ് ബൈ റിലീസായിട്ട് പവർ ഓൺ മോഡിലോട്ട് പോകും. ഇതിന് ശേഷം ഞാനൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്ത് ശേഷം ഇതിനകത്ത് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 24.13 വോൾട്ട് വരുന്നുണ്ട്. അതായത് ഇതിനകത്തുനിന്ന് വേറെ സ്വിച്ചിങ് നോയ്സ്, ഇത് ആദ്യം ചെക്ക് ചെയ്യുന്ന സമയത്തിനകത്തുനിന്ന് സ്വിച്ചിങ് നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും നേരത്തെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ഈ സ്വിച്ചിങ് നോയ്സ്. അതിന് പ്രധാന കാരണം എന്താ, ഇവിടെ വരുന്ന ഒരു ഡയോഡാണ്. ഈ ഒരു ഡയോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് ഇവിടെ 3.3 വോൾട്ട് വന്നിട്ട് ഈ ഒരു ലൈന് നേരെ ഇവിടെ വന്ന് ഈ ഒരു റെസിസ്റ്റർ വഴി കയറി ഇറങ്ങി ഈ ഒരു ഡയോഡിൽ കൂടെ ഈ ഒരു ട്രാൻസിസ്റ്ററിലെത്തും. അപ്പോൾ ഇവിടെ നിന്ന് 3.3 വോൾട്ടേജിന് ഹൈ ആയി വരുന്ന ടൈമിൽ ഇവിടെ ഇത് ഗ്രൗണ്ട് ചെയ്യും. ഇത് ഈ ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് ആയിട്ട് ഇത് ഗ്രൗണ്ട് ആവും. ഈ ഗ്രൗണ്ട് ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് രണ്ടാമത്തെ ഈ ഒരു ഒപ്റ്റോ കപ്ലർ ആക്ടിവേഷൻ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഇവിടെ 0 വോൾട്ടേജ് വരും. 0 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ ഫുൾ ഡൗണിലോട്ട് പോകും. അതായത് ഇവിടുത്തെ വോൾട്ടേജ് എല്ലാം ഡ്രോപ്പ് ആവും. ആ ഒരു സർക്യൂട്ടിൽ ഇവിടെ ഈ ഒരു ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, ഡയോഡ് ലീക്കേജ് ഉണ്ടായിരുന്നു. അത് കാരണം ഇത് നേരത്തെ ഞാൻ ഓൺ ചെയ്ത സമയത്ത് ഇത് ഓൺ ആവും ഓഫ് ആവും. അതായത് 12 വോൾട്ട് വരും, 13 വോൾട്ട് 12 വോൾട്ട് ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഈ ഒരു ഡയോഡ് ഇവിടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോയ്സ് ഒന്നുമില്ല, സ്വിച്ചിങ് അല്ല, കറക്റ്റ് 24 വോൾട്ട് 0.13 ഈ ഒരു വോൾട്ടേജിൽ സ്റ്റേബിളായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈ കറക്റ്റ് വർക്കിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.